രാമന്റെ ജീവിതം ഒരു ദുരന്തമായിരുന്നു. തുടർച്ചയായ ദുരന്തങ്ങൾ. ഒരു രാജകുമാരനായി ജനിച്ചു, രാജാവായി വാഴിക്കപ്പെട്ടു. വിവാഹം കഴിഞ്ഞ് തന്റെ ഭാര്യയുമായി. ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം കാട്ടിലേക്ക് പോകേണ്ടി വരുന്നു. കാട്ടിലെ താമസം അത്ര സുഖകരമൊന്നുമല്ല. അതൊരു കഠിന ജീവിതമാണ്. അതും പോരാത്തതിന് അദ്ദേഹത്തിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം അത്രയും ദൂരം നടന്നു, കടൽ കടന്നു. മനോഹരമായൊരു നഗരം ചുട്ടുചാമ്പലാക്കി, ഒരുപാട് പേരെ കൊന്നു. അങ്ങനെ ഭാര്യയെ വീണ്ടെടുത്ത് തിരികെ വീട്ടിലെത്തി. ഇപ്പോൾ ഭാര്യ ഗർഭിണിയാണ്. പക്ഷേ വീണ്ടും ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഗർഭിണിയായ ഭാര്യയെ അദ്ദേഹം കാട്ടിലേക്ക് അയക്കുന്നു. അവൾ കാട്ടിലേക്ക് പോയി 2 ആൺമക്കൾക്ക് ജന്മം നൽകി. അദ്ദേഹം അതറിഞ്ഞില്ല. എന്നിട്ട് സ്വന്തം മക്കളോട് തന്നെ യുദ്ധം ചെയ്യേണ്ടി വന്നു. പിന്നീട് ഒരിക്കൽ പോലും അദ്ദേഹത്തെ കാണാതെ സീത മരിക്കുന്നു. ഇതൊരു വിജയകരമായ ജീവിതമാണോ? അല്ല. എങ്കിലും നാം അദ്ദേഹത്തെ ആരാധിക്കുന്നു. കാരണം എന്തെല്ലാം ദുരന്തങ്ങൾ ഉണ്ടായിട്ടും ആ മനുഷ്യൻ ദേഷ്യപ്പെട്ടില്ല, വെറുപ്പ് കാണിച്ചില്ല. അദ്ദേഹത്തിന് തന്റെ സമനില തെറ്റിയില്ല. 100% അദ്ദേഹം ആ സമചിത്തത നിലനിർത്തി. താൻ മുറുകെ പിടിച്ച മൂല്യങ്ങളും ധാർമ്മികതയും ഒട്ടും ഉപേക്ഷിച്ചതുമില്ല.